അഡ്വക്കേറ്റ് മായാകൃഷ്ണൻ, നമ്മൾ ഒരു പുരോഗമിച്ച സമൂഹം എന്ന നിലയിൽ എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ആ പെൺകുട്ടിക്ക് ഈ ക്രൈമിലേക്ക് അകപ്പെടാതെ മറ്റൊരു രീതിയിൽ ആരോഗ്യകരമായി ഇതിനെ കൈകാര്യം ചെയ്യാൻ കഴിയാതെ പോയത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കേണ്ടതുമാണ്. പക്ഷേ അതേസമയം തന്നെ ഗർഭസ്ഥ ശിശുക്കളുടെ നിയമപരമായ അവകാശങ്ങളെപ്പറ്റി വലിയ തോതിൽ ചർച്ച ചെയ്യുന്നവരുമാണ് നമ്മൾ. ആ കുഞ്ഞ് അതിൻ്റെ ജീവൻ നഷ്ടമാകുന്ന അവസ്ഥ, ഒരുപക്ഷെ വേദന തിരിച്ചറിയാൻ കഴിയുന്ന അവസ്ഥയാണോ എന്നത് പോലും നമുക്കറിയില്ല. എന്നിരുന്നാൽ പോലും അനുഭവിക്കേണ്ടി വന്ന ശാരീരികമായ ക്രൂരത, ഇതിനൊക്കെ ഒരു പരിഹാരവും ഇനി കാണാനില്ല എന്നതിന് നമ്മൾ എങ്ങനെ അഡ്രസ് ചെയ്യും? തീർച്ചയായും അത് ഒഫൻസ് തന്നെയാണ് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം. അത് ഇപ്പോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം അത് മരണപ്പെട്ടിട്ടുള്ള രീതി പറയുന്നത് വെച്ച് നോക്കിയാൽ അത് കൊലപാതകം തന്നെയാണ് എന്നുള്ളതാണ്. അത് കൊലപാതകത്തിന് കിട്ടുന്ന ശിക്ഷ ആ കുട്ടിയെ സംബന്ധിച്ച്. പക്ഷേ അവരുടെ മാനസികാവസ്ഥ, അത്തരം കാര്യങ്ങളെല്ലാം കേസുമായി ബന്ധപ്പെട്ട് തീർച്ചയായും നിയമം കണക്കിലെടുക്കുക തന്നെ ചെയ്യും. അപ്പൊ അത് ഒരു കൊലപാതക കേസിന് എന്താണോ ശിക്ഷ എന്നുള്ളത് തന്നെയായിരിക്കും തീർച്ചയായും ഈ കേസിൽ. നമുക്കത് മറിച്ച് നമ്മൾ പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പറയുകയും ഇനിയും നാളെ ഇത്തരത്തിൽ ഒരു കുട്ടി കൂടി ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് തീർച്ചയായും അത്തരത്തിലൊരു ജാഗ്രത പുലർത്തുന്ന സമൂഹം എന്ന നിലയിൽ ഒപ്പം നിൽക്കുക എന്ന് പറയുന്ന ഒന്ന്, അത് നിയമം ഒപ്പം നിൽക്കുന്നുണ്ട് എന്നത് ഈ കുട്ടികളെ തന്നെ, നേരത്തെ എൽസി മാം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കാര്യം ഇത്തരം കാര്യങ്ങൾക്കകത്ത് സപ്പോർട്ടിങ് സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ളത് ഈ കുട്ടികളെ സംബന്ധിച്ച് മനസ്സിലാവുന്നില്ല. ഇപ്പോ ഈ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് മാഡം പറഞ്ഞ ആശങ്ക തന്നെ ഞാൻ കണക്കിലെടുക്കുന്നു. കാര്യം അത്തരം അത് മെഡിക്കലുമായി ബന്ധപ്പെട്ട അറിവില്ലായ്മയാണ്. തീർച്ചയായും നിയമവുമായി ബന്ധപ്പെട്ടും നമ്മൾ സ്കൂളുകൾ തൊട്ട്, ഇപ്പൊ നമ്മൾ LLBക്ക് ചെല്ലുമ്പോൾ നമ്മൾ നിയമം പഠിക്കുന്നതിന് മുമ്പ് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ ആകെ ഈ നിയമവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പോർഷൻ പഠിക്കുന്നത്. പക്ഷെ നിയമം ഇത്തരം കാര്യങ്ങൾക്കകത്ത് അത് നിയമം ഒഫൻസിനെ മാത്രം പറയുകയല്ല, നമ്മൾക്ക് ധൈര്യത്തോടെ ജീവിക്കാൻ പകരുന്ന ശക്തി, അത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഭയങ്കരമായി പാട്രിയാർക്കലായിട്ടുള്ള ഒരു സൊസൈറ്റിക്കകത്ത് നിയമം കുറേയും കൂടി ഫെമിനിസ്റ്റിക് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ അങ്ങനെ തന്നെ അതിനെ കാണേണ്ടതുണ്ട്. അപ്പൊ അത്തരം നിയമം നൽകുന്ന ശക്തിയും ഇപ്പൊ ഈ കുട്ടിയെ സംബന്ധിച്ചിട്ട് സർവൈവർ ആയിട്ടുള്ള ഒരു കുട്ടി, അവൾക്ക് നേരെ സംഭവിച്ചതാണ് ആദ്യത്തെ ക്രൈം. ആ ക്രൈമിന് കൃത്യമായിട്ട് ഇവിടെ നിയമപരമായി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്, ആ നിയമത്തിന്റെ മുമ്പിലേക്ക് പോകേണ്ടതുണ്ടെന്നുള്ളതും, ഇപ്പൊ ബിൽക്കിസ് ബാനു പറഞ്ഞ സെന്റൻസ് ആണ്, താനല്ല മുഖം മറച്ച് നിൽക്കേണ്ടത്, ഇത് ചെയ്ത ആളുകളാണ് മുഖം മറയ്ക്കേണ്ടത് എന്നത് പ്രാഥമികമായിട്ട് നമ്മൾ അടക്കം സ്ത്രീകൾക്ക് കൃത്യമായി അത്തരത്തിലുള്ള ആവർത്തിച്ച് പറയാം എന്നതിനപ്പുറത്ത് എത്രത്തോളം പ്രായോഗികമാക്കാൻ കഴിയുമെന്നുള്ളത്, പെൺകുട്ടികളുടെ മാനാഭിമാനമാണ് സമൂഹത്തിന്റെ മാനാഭിമാനം എന്ന് ധരിച്ചു വശായ ഒരു സമൂഹമാണ് നമ്മുടേത്. നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾക്ക്, നമ്മുടെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ അതോടുകൂടി കുടുംബത്തിന്റെ മാനാഭിമാനം ഇല്ലാതെ പോയി എന്നത് കുഞ്ഞുങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ധരിക്കുന്ന വസ്ത്രമാണ്, എനിക്ക് സംഭവിക്കുന്ന കാര്യമാണ്, എൻ്റെ വിവാഹമാണ്, എൻ്റെ പ്രണയങ്ങളാണ്, എൻ്റെ സൗഹൃദങ്ങളാണ് ഈ സമൂഹത്തെ അപ്പാടെ മുന്നോട്ട് പോകുന്നത് എന്ന് ചിന്തിച്ചു പോകുന്ന കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി വെക്കുന്ന നമുക്കൊരു ഉത്തരവാദിത്വമില്ലേ? അതെ, ശരീരം എന്നതിനെ, സ്ത്രീയുടെ ശരീരം എന്നതിനെ ഭയങ്കരമായിട്ട് ഈ സൊസൈറ്റി എങ്ങനെ നിലകൊള്ളേണ്ടതിന്റെ ഒരു ഒബ്ജക്റ്റ് ആയിട്ടൊക്കെ എല്ലായ്പ്പോഴും കണ്ടുകൊണ്ടേയിരിക്കുവാണ്. അതിന്റെ അകത്തുനിന്ന് പുറത്തു വരാനായിട്ട് നമ്മളെ കൊണ്ടും സാധിക്കുന്നില്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടും സാധിക്കുന്നില്ല എന്നത് വലിയ പ്രശ്നം തന്നെയാണ്. ഇത് തനിക്ക് നേരെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നിയമം ഇപ്പൊ സുപ്രീം കോടതിയുടെ 2022 ജഡ്ജ്മെന്റ് എടുത്ത് നോക്കിയാൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അൺമാരീഡ് എന്നുള്ള മാരീഡ് വുമണിന് അതേ അവകാശം അവിവാഹിതകളായിട്ടുള്ള സ്ത്രീകൾക്കും ഉണ്ട് എന്നൊക്കെ പറയുന്നത് അത് ചരിത്രമാണ്. കാരണം അത്രയും നാള് കുടുംബത്തിന്റെ അകത്ത് 2 പേര്, ഹസ്ബൻഡും വൈഫും മാത്രമായിട്ട് പ്രഗ്നൻസി എന്നതും, ആ പ്രഗ്നൻസി മാത്രം ലീഗലി പോയിട്ട് നിങ്ങൾക്ക് അബോർട്ട് ചെയ്യാൻ പറ്റും, അതിനുള്ള സാഹചര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നിയമം അതല്ല. ഇത്തരം സച്ച് ആൻഡ് സച്ച് സിറ്റുവേഷൻസ് ഉണ്ടാകാം, തനിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അതിനെ മാറ്റാനായിട്ട് നിയമമാണ് പറയുന്നത്. അപ്പൊ പോലും മെഡിക്കലി നമ്മൾ പിന്നീടും കേൾക്കുന്ന കാര്യങ്ങൾ, അത്തരം നിയമം ഉള്ളപ്പോൾ പോലും മെഡിക്കൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ഭർത്താവ് ഉണ്ടെങ്കിൽ വരൂ എന്ന് പറയുന്ന സിറ്റുവേഷനും കൂടി ഉണ്ട്. അതായത് നിയമം മാറിയാലും മാനസികാവസ്ഥ മാറാത്ത ആളുകൾ കൂടിയുള്ള നാടാണ്, അത് മറ്റൊരു വിഷയം. പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾക്കകത്തും ഈ പറയുന്ന നിയമങ്ങളെ കുറിച്ച് തനിക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് റെമഡി എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യമാണ് എന്നൊക്കെ പറയുന്ന പഠിപ്പിക്കൽ നമ്മൾ കൊടുക്കുന്ന
കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ്. ഇത് നമ്മൾ എവിടെ നിന്നാണ് ആ കുട്ടിയെ സംബന്ധിച്ച് അത് ഉണ്ടാക്കുന്ന ധൈര്യം? ഇപ്പൊ വീടിന്റെ ഉള്ളിൽ പോലും ഇത്തരം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുവിധം സാഹചര്യം 90% സ്ത്രീകൾക്കും ഉണ്ടാകണമെന്നില്ല. അതിപ്പോ അച്ഛന്റെയും അമ്മയുടെയും കൂടെ നിൽക്കുമ്പോൾ, ഇനി മറിച്ച് ഹസ്ബൻഡും വൈഫുമായിട്ട് നിൽക്കുമ്പോഴും ഇത്തരം ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റുന്ന സാഹചര്യം ഈ പറയുന്ന കാര്യങ്ങൾക്കകത്ത് എല്ലാവരും കൂടി, ഇപ്പൊ നമ്മൾ നേരത്തെ മാധു സൂചിപ്പിച്ച സൂര്യനെല്ലി കേസിൽ അടക്കമുള്ള നമ്മൾ സർവൈവേഴ്സിനൊപ്പം നിൽക്കുന്ന നിയമ സംവിധാനങ്ങൾ ഉള്ളപ്പോഴും, നിയമമുള്ളപ്പോഴും സൊസൈറ്റിയുടെ മാനസികാവസ്ഥ കൊണ്ട് അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട്, നമ്മളിപ്പോ നിങ്ങളിത് കൊന്നു എന്ന് പറയുന്നു, ഇത് കൊല്ലാതെ മാറി നിൽക്കുമ്പോൾ ഇത് ഇത്തരം ഒരു കാര്യം സംഭവിച്ച് പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അത് ഓപ്പണായി പറയുന്ന സിറ്റുവേഷനിൽ എന്താണ് മാനസികാവസ്ഥ ഒരു സൊസൈറ്റി അവരോട് കൊടുക്കുന്നതും ഒക്കെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പോ അത് അത്തരത്തിൽ ചേർത്ത് വായിക്കുന്ന സാഹചര്യത്തിന്റെ അകത്ത് അവരെ സംബന്ധിച്ചിട്ട്, അവർക്ക് മുൻപുള്ള ചരിത്രത്തെ സംബന്ധിച്ച് അവർ കണ്ടിട്ടുള്ളത് അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഇതായിരിക്കും സിറ്റുവേഷൻസ്. അവർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള പാഠങ്ങളും ഇതൊക്കെ തന്നെയായിരിക്കും. ഞാൻ വരാം അഡ്വക്കേറ്റ് മായകൃഷ്ണ.